അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നാടിൻ്റെ ഉറക്കം കെടുത്തിയ ഒരു സംഭവം വയനാട് വെള്ളമുണ്ടയിൽ വെച്ച് നടന്ന വളരെ വേദനിപ്പിക്കുന്നൊരു സംഭവമാണ്. ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഉമർ. ഉമറിനോടൊക്കെ വലിയ സ്നേഹമാണ്. ഉമറിൻ്റെ പ്രായം 26. ഉമർ വിവാഹം കഴിക്കുന്നത് ഒരു 19 വയസ്സുള്ള ഫാത്തിമയാണ്. വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസമാകുന്നേ ഉള്ളൂ. അവരുടെ ജീവിതം അതോടുകൂടി അവസാനിക്കുകയാണ്. വളരെ പ്രതീക്ഷയോട് വിവാഹം കഴിഞ്ഞ ഉമർ 3 മാസം കഴിയലോട് ഈ ലോകത്തോട് തന്നെ ഇല്ലാതെയാകുന്നു ഫാത്തിമയും ഉമർ. ഉമറിനുള്ളത് ഒരു ഉമ്മയും ഒരു സഹോദരനാണ്. അതാണ് ഉമറിൻ്റെ കുടുംബം. സഹോദരൻ തൊട്ടടുത്തൊരു വീടുണ്ട്. ഉമറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കബീർ എന്ന് പറയുന്ന ഒരാളുണ്ട്. കബീർ എല്ലാ ദിവസവും ഉമർ രാവിലെ എഴുന്നേറ്റ് ജോലിയിലേക്ക് പോകും. ഉമറിൻ്റെ ഭാര്യ ഫാത്തിമ വീട്ടുജോലിയുമായി ആ വീട്ടിൽ കഴിയും. കുറേ നേരമായി ഉമറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അനക്കവും കേൾക്കുന്നില്ല. ഉമർ ജോലിക്ക് പോകുന്ന രംഗവും കാണുന്നില്ല. ഫാത്തിമ എഴുന്നേറ്റ് അടുക്കളയിൽ ജോലിയിലെ തിരക്കിലാണ്. സാധാരണ കബീർ കാണുന്ന ഒരു കാഴ്ചയാണ്. ആ വീട്ടിൽ നിന്ന് ഒരു അനക്കവുമില്ല. ഉമറിനെ കാണുന്നുമില്ല. എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി കബീർ ഉമറിനെ വിളിച്ചുകൊണ്ടേ വീട്ടിലേക്ക് വരികയാണ്. ഉമറിനെ വിളിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഉമർ ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് തവണ ആ വീടിൻ്റെ കതക് മുട്ടി നോക്കി, ഒരു അനക്കവുമില്ല. അങ്ങനെ വീടിൻ്റെ പിൻവശത്തിലൂടെ ഉമറിൻ്റെ വീട്ടിൻ്റെ പിൻവശത്തിൽ പോകുമ്പോൾ അടുക്കളയുടെ കവാടം ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. അങ്ങനെ മെല്ലെ അകത്തു നോക്കുമ്പോൾ കബീർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. കബീർ അവിടെ ഈ കാഴ്ച കണ്ടവിടെ ബോധം വീണു. ബോധം തെളിഞ്ഞപ്പോൾ കബീർ ഇങ്ങനെ അട്ടാസിക്കാൻ തുടങ്ങുന്നു. കാരണം അവിടെ നിലത്ത് കബീറും കബീറിൻ്റെ ഭാര്യ തലയിരു ഭാഗങ്ങളായി രക്തങ്ങൾ ചിന്തിക്കിടക്കുന്ന ഒരവസ്ഥയാണ് കബീറിന് കണ്ടത്. കബീർ ഇങ്ങനെ കൂക്കി വിളിക്കുന്നത് കേട്ട് നാട്ടുകാരെല്ലാം ഓടി വന്നു. വിവാഹം കഴിഞ്ഞ് 3 മാസമായവരാണ്. ഉമറിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നാട്ടുകാർക്കും ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഉമർ. കല്യാണം കഴിഞ്ഞ് 3 മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ വീട് നോക്കുമ്പോൾ ഫാത്തിമ ധരിച്ചിരുന്ന സ്വർണങ്ങളൊന്നും കാണുന്നില്ല. ആ നാട്ടുകാർക്ക് വല്ലാത്ത പേടിയായി. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനൊന്നുമില്ല. കാരണം ഈ മോഷ്ടിക്കൽ, ഇങ്ങനെ കൊന്നൊടുക്കുക, ഇങ്ങനത്തൊരു സംഭവം പതിവില്ലാത്തതാണ്. നാട്ടുകാരൊക്കെ പേടിച്ചത് എന്താണ് സംഭവിച്ചത്, ആരായിരിക്കും പ്രതി. അങ്ങനെ പോലീസിന് വിവരം അറിയിക്കുന്നു. ഉടനെ പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നു. രക്തങ്ങളെല്ലാം കട്ടപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പോലീസ് അന്വേഷണം തുടങ്ങുന്നു. തുടർന്ന് നോക്കുമ്പോൾ ഇത് ആരാണ് പ്രതിയെന്ന് കൃത്യമായി കിട്ടുന്നില്ല. ഒരുപാട് അന്വേഷിച്ചു, വീട്ടുകാർ, കുടുംബക്കാർ എല്ലാവരെയും. കാരണം ആ പ്രതി അവിടെ പോകുമ്പോൾ മുളക് പടി വിതറിയിട്ടാണ് പോയത്. കാരണം ഇതിൻ്റെ ഒരു ചുരുളും പുറത്ത് കിട്ടാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തിൽ ആ പ്രതി ചെയ്തു പോയ ആ ഒരു പ്രവൃത്തി കൊണ്ട് പെട്ടെന്ന് ആളെ പിടിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരുപാട് അന്വേഷണം തുടങ്ങി ഒന്നും എത്തിപ്പെടുന്നില്ല. കുടുംബമാകെ ദുഃഖത്തിലായി. കാരണം വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഈ ഉമ്മ രാത്രി സന്ധ്യയാകുന്ന സമയത്ത് ഉമറിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് സാധാരണ പോകും. കാരണം ഇവർ ആദ്യം വിവാഹം കഴിഞ്ഞതല്ലേ. അങ്ങനെ രാത്രി സന്തോഷത്തിൽ കഴിയട്ടെ എന്ന നിലയിൽ എപ്പോഴും സഹോദരൻ്റെ വീട്ടിലേക്ക് പോകും. അന്നും പോയിരുന്നു.
ആ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അന്വേഷണം തുടർന്നു. കുടുംബക്കാർ അവിടെ ഒരു പിടുത്തം കിട്ടാനുള്ളത് ഈ പ്രതി വന്ന ഒരു കാലടി മാത്രമാണ്. അത് പലരുടെ കാലടിയുമായി സാമീപ്യമുണ്ടോ എന്ന് പല പരിശോധന നടത്തിയപ്പോൾ ഒന്നുമില്ല. പോലീസുമാർ കൃത്യമായി മനസ്സിലായി ഈ നാട്ടിൽപ്പെട്ട ഒരാളുമല്ലാതെ. അങ്ങനെ കൃത്യമായ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ നീണ്ടു. 4-5 മാസം 6 മാസം നീണ്ടുപോയി. പ്രതിയെ കിട്ടുന്നുമില്ല. നാട്ടുകാരാകെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു സംഭവം ഇനിയും ആ നാട്ടിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ആ മോഷ്ടാവിനെ പിടികിട്ടിയാലല്ല നാട്ടുകാർക്കൊരു സമാധാനം. കാരണം ആ മോഷ്ടാവ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നാട്ടുകാർക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. ആ നാടിൻ്റെ ഒരു ഉറക്കം കടത്തിയ ഒരു സംഭവമായി മാറിയത്. പ്രതിയാണെങ്കിൽ കിട്ടുന്നില്ല. ഒരുപാട് കുടുംബത്തിലെ ആളെ പല നിലയ്ക്ക് സംശയിച്ചു. പിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉമറിന് വല്ലാത്ത പ്രണയബന്ധമുണ്ടായിരിക്കുമോ, അങ്ങനെ ആരെങ്കിലും വന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതാണോ എന്നുള്ള രീതിയിലൊക്കെ അന്വേഷണം ഇങ്ങനെ തുടരുന്നുണ്ടോ, ഒരു വിവരവും കിട്ടുന്നില്ല. ഈ വന്ന ആൾ ഫാത്തിമയുടെ സ്വർണം മാത്രമല്ല മോഷ്ടിച്ചത്. ഫാത്തിമൻ്റെ കയ്യിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മൊബൈലുണ്ടായിരുന്നു. അതും മോഷ്ടിച്ചിട്ടാണ് ഈ മോഷ്ടാവ് പോയിട്ടുള്ളത്. അങ്ങനെ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഈ മൊബൈൽ കൊണ്ടുപോയ ആൾ ആ മൊബൈൽ 6 മാസത്തിൻ്റെ ശേഷം അത് ഓൺ ചെയ്തു. പെട്ടെന്ന് പോലീസുകാർക്ക് സിഗ്നൽ കിട്ടി ആ മൊബൈലുള്ള സ്ഥലം. ഉടനെ കുറ്റ്യാടി എന്ന പ്രദേശത്താണ് ഈ മൊബൈൽ ഓൺ ചെയ്തത്. നേരെ അവിടെ എത്തി നോക്കുമ്പോൾ ഈ മൊബൈലുള്ളത് ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ്. ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് ആരാണ് തന്നതെന്ന്. ചെറുപ്പക്കാരൻ പറഞ്ഞു, തൻ്റെ കുടുംബത്തിൽപ്പെട്ട വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളാണ് തന്നത്. വിശ്വനാഥ് എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ ഉമ്മയുടെ സഹോദരനാണ്. അങ്ങനെ കൃത്യമായി ആ സഹോദരനെ പിടികൂടി. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ കഥ, ഇതാരാണ് ചെയ്തത് എന്നുള്ള കൃത്യമായ വിവരം കിട്ടുന്നത്. വിശ്വനാഥനെ പിടികൂടിയപ്പോഴാണ് വിശ്വനാഥൻ കഥകളെല്ലാം തുറഞ്ഞു പറഞ്ഞു. വിശ്വനാഥനെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ആ നാട്ടുകാരാകെ ഞെട്ടി നിൽക്കുകയാണ്, സഹോദരന്മാർ അടക്കം. എന്തെന്ന് പറഞ്ഞാൽ, കാരണം വിശ്വനാഥ് എന്ന് പറയുന്ന ഈ മനുഷ്യന് ഒരാശാരിയാണ്. ഇവൻ ആ നാടിൽ എപ്പോഴും കരങ്ങി നടക്കുന്നൊരു മനുഷ്യനാണ്. ഇവനിത് ചെയ്തെന്ന് പറയുമ്പോൾ പലരുടെ വീട്ടിലേക്ക് വന്ന മനുഷ്യനാണ്. ഇത്രയും ക്രൂരനായൊരു മനുഷ്യനായിരുന്നു നാം സ്നേഹിച്ചത് എന്നവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇവൻ്റെ ഒരു മോശ സ്വഭാവം ആ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. കാരണം ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കിടപ്പറ രഹസ്യം കാണുക, ആരുമില്ലാതെ ഒളിഞ്ഞു കാണുക എന്നുള്ള സ്വഭാവം ഈ ആശാരി വിശ്വനാഥനുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആദ്യം വിവാഹം കഴിഞ്ഞതാണല്ലോ. അങ്ങനെ ഇവരുടെയും കിടപ്പറ രഹസ്യം കാണാൻ വേണ്ടിയാണ് വന്നത്. അന്നാണെങ്കിലോ ഈ ഫാത്തിമയും ഈ ഉമറും അന്ന് രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങിയതാണ്. കാരണം ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. അപ്പോൾ വരുമ്പോൾ ഇവരെ കിടപ്പറ രഹസ്യമൊന്നും കാണാൻ പറ്റിയില്ല. ഏതായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം എപ്പോഴും ഇരുമ്പിൻ്റെ വടി കയ്യിൽ പിടിക്കുമായിരുന്നു. ആരെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല മോഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ ഫാത്തിമ എഴുന്നേറ്റു. ഫാത്തിമ ഇവനെ കണ്ട സമയത്ത് തന്നെ ആർത്തട്ടാസിച്ചു. ഉമറിന് ആദ്യം തന്നെ അറിയാം ഇവൻ കിടപ്പറ രഹസ്യം കാണുന്ന ഒരു മനുഷ്യനാണ് എന്ന്. ഉമർ പ്രതികരിക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ കയ്യിലുണ്ടായ ഇരുമ്പ് കൊണ്ട് ഉമറിൻ്റെ തലയിലടിച്ചു. ഉമറിനെ കൊന്നുകളഞ്ഞു. പിന്നെ ഇവളെയും കൊന്നുകളഞ്ഞു. എന്നിട്ടോ ഇവൻ്റെ അവിടുത്തെ സ്വർണ്ണങ്ങളെല്ലാം മോഷ്ടിച്ച് അവസാനം ഈ മൊബൈൽ കൊണ്ടുപോയതാണ്. ഈ മൊബൈൽ ഇവൻ്റെ കയ്യിലെത്താൻ കാരണം, ഈ സഹോദരിയുടെ മകളിലെത്താൻ കാരണം, സഹോദരിയുടെ മകൻ എപ്പോഴും പറഞ്ഞിരുന്നു, എനിക്കൊരു മൊബൈൽ നിങ്ങളുടെ അടുത്ത് തരണം, വാങ്ങിത്തരണം. ഏതായാലും അവൻ ചോദിക്കുന്നതല്ലേ, അവനിക്ക് ഈ വിലപിടിപ്പുള്ള മൊബൈൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം ഇത് കേസൊക്കെ അവസാനിച്ചു, ഇനി അന്വേഷണമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും മടുത്ത്, പ്രതിയെ കിട്ടുന്നില്ല, പിന്നെ വെറുതെ അന്വേഷിച്ചിട്ട് കാര്യമില്ല
എന്ന് പോലീസുകാർ നാട്ടുകാരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു പിടുത്തം കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മൊബൈൽ കൊടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കടം വിഷമം കേട്ടപ്പോൾ വലിയ സങ്കടമായി. 3 മാസം എത്ര വൃത്തികെട്ട മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നോക്ക്. ഒരാളെ വിശ്വസിക്കാൻ പറ്റൂല. ഈ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞാൻ വീട്ടിലേക്ക് പോയതാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പള്ളി പ്രസിഡൻറ്റ് ഫോൺ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് പള്ളിയിലേക്ക് വരണം. ഞാനങ്ങനെ പെട്ടെന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ഒരു നല്ല സ്വാലിഹായ മനുഷ്യനെ കൊന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. വല്ലാത്ത സങ്കടപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ കൊന്ന ആളെ അന്വേഷിക്കാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കൂടെ സഹകരിക്കുന്ന ഒരാളെയാണ് അവസാനം പ്രതിയായി പിടികൂടുന്നത്. അവൻ്റെ രക്ഷയിൽ ഒരുപാട് മൗലൂദ് സദസ്സിലേക്ക് നാം പോയവരാണ്. പള്ളിയിൽ നിരന്തരമായി വരുന്ന മനുഷ്യനായിരുന്നു. ആ വീട്ടിൽ ജോലി ചെയ്യാൻ പലപ്പോഴും പോയ മനുഷ്യനാണ് ഇയാളെ കൊന്നുകളയുന്നത്. ഒരു 6000 റുപ്യക്ക് വേണ്ടിയാണ് ഇയാളെ കൊന്നുകളയുന്നത്. നല്ലൊരു മനുഷ്യനാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നാം പരിപൂർണമായി അങ്ങ് വിശ്വസിക്കാൻ പാടില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യനെ കാണുമ്പോൾ ഞാനൊക്കെ വിചാരിച്ച് എത്ര നല്ല മനുഷ്യനാണ്. ഒരു ഓട്ടോ ഡ്രൈവറാണെങ്കിലും നല്ല പെരുമാറ്റമാണ്. കൃത്യസമയത്ത് നമ്മുടെ മൗലൂദ് കല്യാണ സദസ്സിലേക്ക് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. നാം തമാശകളൊക്കെ അവനോട് പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്തും ചെയ്യും അത്തരക്കാർ. കാണാൻ നല്ല സ്വാലിഹായി പെരുമാറുന്നത് പോലും അതല്ലേ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി അത് ആരാണെങ്കിലും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നോക്കൂ, ആ കുടുംബത്തിൻ്റെ എല്ലാം സന്തോഷങ്ങൾ അവസാനിച്ച് എത്ര പ്രതീക്ഷയിലാണ് അവർ വിവാഹം കഴിഞ്ഞത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അല്ലാഹു ഇത്തരക്കാരുടെ ശർണ്ണ തൊട്ട് നമ്മയും കുടുംബത്തെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി